അർഹതപ്പെട്ട പെൻഷൻ ലഭിക്കാൻ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടവുമായി സ്റ്റേറ്റ് ഫെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പള പെൻഷൻ പരിഷ്കരണം കൃത്യമായി നടക്കുമ്പോഴാണ് 600-ലധികം വരുന്ന മുൻ ജീവനക്കാരോടുള്ള കോർപ്പറേഷന്റെ അവഗണന. കാൽനൂറ്റാണ്ട് പിന്നിട്ടിട്ടും അർഹതപ്പെട്ട പെൻഷനുവേണ്ടി സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ച ഒരു കൂട്ടം ജീവനക്കാർ നടത്തുന്ന പോരാട്ടം അന്തമില്ലാതെ നീളുന്നു. പെൻഷൻ റെഗുലേഷനിൽ പറയുന്നത് ഒരാൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അവസാനത്തെ 10 മാസം വാങ്ങിച്ച ശമ്പളത്തിൻ്റെ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ അയാൾ എത്ര കൊല്ലം സർവീസ് ഉണ്ടെന്നുള്ളതും കൂടി നോക്കിയിട്ട് പെൻഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ കോർപ്പറേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1992 അതായത് 96-ലാണ് പെൻഷൻ സ്കീം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന സ്കെയിൽ 1992-ലെ സ്കെയിലാണ്. ആ സ്കെയിൽ അനുസരിച്ചുള്ള പെൻഷനാണ് ഇപ്പോഴും തരുന്നത്. ഇങ്ങനെ ഒരു പെൻഷൻ തരുന്നതിന് ആരുടെയും പ്രത്യേകിച്ച് ഒരു ഓർഡറോ ഓതറൈസേഷനോ ഒന്നുമില്ല. പെൻഷൻ തേടി നിയമപോരാട്ടങ്ങൾ നിലനിൽക്കെ പലരും മരണപ്പെട്ടു. 80 വയസ്സിന് മേൽ പ്രായമുള്ള അവശേഷിക്കുന്ന ചിലർ ആഹാരത്തിനും ചികിത്സയ്ക്കും പണമില്ലാതെ വിഷമിക്കുന്നു. 42-43 പേരും ഈ 3 വർഷത്തിനുള്ളിൽ മരിച്ചു. ഞങ്ങൾ ആരോടാ പറയണ്ടേ? കോടതിയോട് പറയും. കോടതിക്ക് ചീഫ് ജസ്റ്റിസിന് കൊടുത്ത് പരാതി, രജിസ്ട്രാർക്ക് കൊടുത്ത് പരാതി, ഒരു രക്ഷയില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കേസ് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോവുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് 600 ചില്ലാനം പെൻഷൻകാരുണ്ട്. അവർ പലരും 70-75 വയസ്സായവരാണ്. പലരും രോഗം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരാണ്. അവരുടെ അവസ്ഥകൾ വളരെ മോശമാണ്. 2017-ൽ സുപ്രീം കോടതിയിൽ നിന്ന് പെൻഷൻകാർക്ക് അനുകൂലമായ വിധിയുണ്ടായിട്ടും കോർപ്പറേഷൻ നടപ്പാക്കിയില്ല. പിന്നീട് ഹൈക്കോടതിയിലെത്തിയ കേസ് 3.5 വർഷത്തിനിടെ 99 തവണ മാറ്റിവെച്ചു. ഒടുവിൽ 2020-ൽ കോർപ്പറേഷന്റെ റെഗുലേഷൻ അനുസരിച്ച് 3 മാസത്തെ കുടിശ്ശിക സഹിതം പെൻഷൻ നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവായിരുന്നു. എന്നാൽ ഈ വിധിയും നടപ്പിലാക്കാൻ കൂട്ടാതെ കോർപ്പറേഷൻ അപ്പീൽ നൽകിയിരിക്കുകയാണ്. മാറി മാറി വരുന്ന മാനേജ്മെന്റ് ഇതിനെതിരെ ഒരു നടപടി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിന് അനുകൂലമായൊരു നടപടി എടുക്കാനായിട്ട് ഇതുവരെ മുതിരുന്നില്ല. അതാണ് എൻ്റെ വിഷയം. പെൻഷൻകാരുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ചെയർമാനുണ്ട്, ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, MD വരുന്നുണ്ട്. അവരൊന്ന് മനസ്സിലാക്കുക. അവരെ മനസ്സിലാക്കാനുള്ള അവിടുത്തെ എംപ്ലോയീസും കൂടി ഒന്ന്, നിലവിലുള്ള എംപ്ലോയീസ് അവർ നാളെ ഇത് മേടിക്കേണ്ടവരാ. ഈ മാസം 30-ന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപോരാട്ടം ശക്തിപ്പെടുത്താനാണ് ഇവരുടെ തീരുമാനം. ജനം, കൊച്ചി.